പൂരനഗരിയിലെ പുലിക്കളിയുടെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. അജിംഷാദ് വൈകുന്നേരം മുതലേ പറയുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ അവിടെയുള്ള റിപ്പോർട്ടർമാരൊക്കെയും പറയുന്നത് ഇത് സന്ധ്യ ആവുന്നതോടുകൂടി മറ്റൊരു വിസ്മയം. അതെ അല്ലേ, ഭംഗി വർദ്ധിക്കും മാറുമെന്നൊക്കെയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ സന്ധ്യയാകുമ്പോൾ പുലികളിയുടെ ആ ഒരു പൊലിമ കുറയും എന്നാണ് പഴമക്കാരൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോ സന്ധ്യ ആകുമ്പോൾ പൊലിമ കൂടുകയാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കളറുകളൊക്കെ ഉണ്ട്. സന്ധ്യയായി കഴിയുമ്പോൾ ഇത്തരം ലൈറ്റുകളൊക്കെ വരുമ്പോഴാണ് കണ്ണൊക്കെ നല്ല തിളങ്ങി തിളക്കത്തോടുകൂടി കാണുന്നത്. അപ്പോൾ ആരാണ് വിനിഷയുണ്ടല്ലേ? വിനിഷയുണ്ട്. വിനിഷ രാത്രിയിലും ഒരു പ്രത്യേക ദൃശ്യവിസ്മയം, അതാണ് അസിത പറയുന്നത്. ഗുഡ് ഈവനിങ് അസിത, അജിംഷാദ്. യെസ്, ഓരോ സമയത്തും പുലികളിയുടെ ഈ സായാഹ്ന ദൃശ്യത്തിൽ പ്രതിഫലിക്കുന്നത് പുലിയല്ലേ തിളങ്ങേണ്ടത്. ഇന്നത്തെ ദിവസം പുലികൾക്കുള്ളതാണ്. നേരത്തെ നന്ദേട്ടൻ നമ്മളോട് പറഞ്ഞല്ലോ, ആഗോള പുലി സംഗമമാണ് ഇവിടെ, ആഗോള അയ്യപ്പ വാഹന. അപ്പോൾ പുലികളാണ് തിളങ്ങേണ്ടത്. പുലികൾ തിളങ്ങട്ടെ അജിംഷാദ്. യെസ്, അയ്യപ്പ വാഹനമാണല്ലോ പുലി. ആഗോള അയ്യപ്പ വാഹന സംഗമം എന്നാണ് നേരത്തെ നന്ദേട്ടൻ പറഞ്ഞത്. നമുക്ക് നന്ദേട്ടനെ തന്നെ ഒരിക്കൽ കൂടി ഫ്രെയിമിലേക്ക് കൊണ്ടുവരാം. നന്ദേട്ടൻ വരൂ, വീണ്ടും സ്വാഗതം. ഞങ്ങൾ സംസാരിക്കുന്നതേ ഈ തൃശ്ശൂരിന്റെ വൈകുന്നേരത്തെ കുറിച്ചായിരുന്നു. വൈകുന്നേരത്തിന്റെ ദൃശ്യം, പകല് കണ്ട പുലിനല്ല വൈകിട്ട് കാണുന്നെന്നാ പറയണേ. പകല് കണ്ട അത് കാലത്തെ പൂച്ചനെയാണ് ഉച്ചക്കലത്തെ മാർജരെന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഈ പുലി എന്നുള്ള തന്നെ ഇംഗ്ലീഷിൽ ബിഗ് കാറ്റ് എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ ബൃഹൽ പൂച്ച, അതായത് ബൃഹത്തായ പൂച്ച, വലിയ പൂച്ച, മഹാപൂച്ച, മെഗാപൂച്ച, മെഗാശീരിയൽ, മഹാശീരിയൽ. അപ്പം മെഗാ പൂച്ചകളാണ് ഈ പുലികൾ. അപ്പം കാലത്തെ പൂച്ച ഉച്ചക്കത്തെ മാർജാരം, കാലത്തേക്ക് മാർജാരം ഉച്ചക്കത്തെ പൂച്ച എന്ന് പറഞ്ഞ മാതിരി പകല കണ്ട പുലിയാണ് രാത്രിയിലത്തെ പുലി. പക്ഷെ പകലായാലും 4 കാലേ വീഴുള്ളൂ. 4 കാലമേ ഉള്ളൂ. കാരണം 2 കാലമേ വീണത് പുലിയല്ല. അല്ലല്ല, അതാണ്. അതെ. പിന്നെ എന്താ വെച്ചാലേ, പുലികൾ നമ്മൾ പറയണ ഈ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുള്ള അല്ലെ കേമന്മാരെ പുലികൾ എന്ന് പറയും. അപ്പൊ കളിക്കണ പുലികൾ യവൻ പുലിയാണ് കേട്ടോ പറയും. ഇവൻ പുലിയല്ല, ഒരു സിംഹം, അങ്ങനെയും പറയും. ഒന്നര സിംഹം. അപ്പൊ കളിക്കുന്ന പുലികൾ നിലത്ത് കളിക്കുകയും വലിയ പുലികൾ ആകാശത്ത് നിന്ന് കാണുകയും ചെയ്യാം. ബേബി പുലികളുണ്ട്, അവർ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ പവലിയുണ്ട്. അത് തൃശ്ശൂർ പൂരത്തിനാണെങ്കിൽ അതിന് ഞാൻ പേരിട്ടാണ് സായിപ്പന്തറ മദാമത്തറ എന്നാണ്. അപ്പം നിലപാട് തറയുണ്ട്. നിലപാട് തറ എന്ന് ഒറ്റയ്ക്ക് പറഞ്ഞാൽ മാമാങ്കത്തിന് സാമൂരി നിൽക്കുന്ന സ്ഥലമാണ്. നിലപാട് തറ എന്ന് പറഞ്ഞാൽ നിലപാട് തറയത്. അതെന്ന് പറഞ്ഞ മാതിരി മദാമത്തറ, സായിപ്പന്തറ, അങ്ങനെ കുറേ തറകളുണ്ട്. അപ്പോൾ അതെന്തിനാ വെച്ചാൽ സമൂഹത്തിലെ പുലികൾക്ക് ഇരുന്ന് കാണാനും സാധാ പുലികൾ നിലത്ത് കളിക്കുകയും ചെയ്യും. ഇലഞ്ഞിത്തറ പോലെ മറ്റൊരു എലഞ്ഞിത്തറ. പിന്നെ എലഞ്ഞിത്തറ ചോട്ടിൽ മേളം നടക്കുന്നുണ്ട്. എലഞ്ഞിത്തറ മേളം ഒന്നാമത്തെ എലഞ്ഞിത്തറ മേളച്ചിട്ട് മേളല്ല, അത് പാണ്ടി മേളമാണ്. എലഞ്ഞിയുടെ ചോട്ടിൽ നടക്കുന്നുണ്ട് എലഞ്ഞിത്തറ മേളം. അതെന്ന് പറഞ്ഞ മാതിരി ഇത് പുലിക്കളി എന്ന് പറയുന്നത് വാസ്തവത്തിൽ കളി നിലത്താണല്ലോ. ഇത് നമ്മളെ ഈ എലഞ്ഞിത്തറ മേളം സാന്ദർഭികമായിട്ട് പറഞ്ഞു വന്നപ്പോൾ ചോദിക്കുകയാണ്, പാണ്ടിമേളം കൊട്ടി കേട്ടിട്ടുണ്ട്, ശിങ്കാരി പഞ്ചാരി ഒക്കെ നമ്മൾ കൊട്ടി കേട്ടിട്ടുണ്ട്. പക്ഷെ പുലിക്കളിക്ക് വേറൊരു പുലിക്കളിക്ക് ഈ താളം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇത് കാണുമോ? പുലിക്കൊട്ടും പനന്തേങ്ങി, പുലിക്കൊട്ടും പനന്തേങ്ങി, പുലിക്കൊട്ടും പനന്തേങ്ങി, ഇതാണ് എൻ്റെ വായ്ത്താരി. ഇതിന് കൊട്ടുകൾ, ഇതിന്ന് കൊട്ടുമുറുക്കൽ കുറവാ. അത് ഒരു ഏകതാളത്തിൽ ഇങ്ങനെ പോവുള്ളൂ. തനയും മറ്റേ മേളത്തിൻ്റെ മാതിരി നൃത്ത അങ്ങനെയില്ല, കൊട്ടനെയുള്ളൂ. അതത്ര കാലികൾ കുറവാ. പുലിയൊന്ന് പതുങ്ങും. അപ്പോൾ കൊട്ടിൻ്റെ കാലല്ല, ഇവിടെ പുലിയുടെ പാതയാണ്, പുലിക്കാലാണ്. ചെണ്ടക്കാലല്ല, ചെണ്ടക്കോലും പുലിക്കാലുമാണ്. അപ്പം ചെണ്ടക്കോലിനനുസരിച്ച് പുലിക്കാലി ചലിക്കണം. പുലിക്ക് ഷൂസൊക്കെ ഉണ്ട്. ചെരുപ്പിട്ട പുലികളെയാണ് നമ്മൾ കണ്ടത്. ചെരുപ്പിട്ട പുലികളുണ്ട്, ഷൂസ് ഇട്ട പുലികളുണ്ട്. ലാടം തറച്ച പുലിയില്ല, അതിന്റെ നാഗം വേറെ തരത്തിൽ. വലത്തെ കൈക്ക് ഇടത്തെ കാല, അങ്ങനെ ആ രീതിയിലാണ് അത് കളിക്കുമ്പോഴേ അവിടെ വന്നോളാണ് പുലി കൊട്ട്. അല്ലാണ്ട് വലത്തെ ഇടത്തെ കാലം വെച്ചൊന്നും വരില്ല. ഇതിന്റെ ആ സാധനം പിടിക്കണത് പുലിക്കൊട്ടും പനം തേങ്ങയും, പുലിക്കൊട്ടും പനം തേങ്ങയും, പുലിക്കൊട്ടും പനം തേങ്ങി. ഇതാണ് കളി, അങ്ങനെയാണ് കളി. പോരാ, പുലികൾക്ക് വയറ് മാത്രം പോലെ ആ കളിക്കാനുള്ള ആ ഒരു താളം വേണം, എല്ലാം കൂടി ഒത്തു വരണം. റിഥം വേണം. റിഥം ഇല്ലെങ്കിൽ അഭിനയം ശരിയാവില്ല. അപ്പൊ ഇത് ഒരു അഭിനയമാണല്ലോ. ഇത് ഇറ്റ്സ് എ സ്ട്രീറ്റ് തിയേറ്റർ. ഇതാണ് യഥാർത്ഥത്തിൽ തെരുവ് നാടകം.
തെരുവിൽ നാടകം വെച്ചാൽ നാടകത്തിൻ്റെ സാമ്പ്രദായ ലക്ഷ്യം നോക്കണ്ട. തെരുവ് നാടകത്തിൽ അതില്ലല്ലോ. ഈ മനുഷ്യഭിത്തികൾ രണ്ട് സ്ഥലത്ത് നിന്നിട്ട് അതിൻ്റെ നടുക്ക് കളിക്കുന്ന മനുഷ്യഭിത്തികളുടെ നടുക്ക് കളിക്കുന്നത് തിയേറ്റർ ഫീലാണ്, ഒരു ആംഫി തിയേറ്റർ ഫീലാണ്. അത് വാസ്തവത്തിൽ അതിപ്പോൾ നമുക്കറിയാലോ. ഈ കൂടി നിൽക്കുന്നവരെയും കൂടി ഇതിന്റെ കൂടെ ഇങ്ങനെ കൊണ്ടുവരാം. അതിലെ ഓഡിയൻസ് പെർഫോമർ വേർതിരിവ് വളരെ കുറവാണ്. പിന്നെ പ്രായോഗികമായിട്ടുള്ള ഈ സെക്യൂരിറ്റി പ്രശ്നങ്ങളെ കൊണ്ടുവരുന്ന ഒരു വേർതിരിവ് അതിലിട്ട് പറ്റില്ല. എത്ര അധികം ആൾക്കാർ വരുമ്പോൾ ഒരു സെക്യൂരിറ്റി ഒക്കെ വേണ്ട. അപ്പം അതൊഴിച്ചാൽ ബാക്കി എന്താ പറയുക, സ്പെക്ടേറ്റർ ഈസ് ഈക്വൽ ടു പെർഫോമർ തന്നെ. ഇപ്പം അങ്ങനെ തന്നെയാണ്. അതെ, അപ്പം അതാണ് ഇതിനെ എന്താക്കുന്നത്. അതിർവരമ്പുകൾ പോലും മാഞ്ഞു പോകുമ്പോൾ ഒരു ഹ്യൂമാനിറ്റിയുടെ ഭയങ്കര ഐക്യത്തിൻ്റെ ഒരു സാധനം ഇതിന് എമർജ് ചെയ്യുന്നു. അവിടെയാണ് ഇതിൻ്റെ സത്ത കിടക്കണം, അതിൻ്റെ ആത്മാവ് കിടക്കണം അവിടെ. അല്ലാണ്ട് മനുഷ്യൻ തമ്മിൽ ഇത്ര അധികം ആളുടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. എന്താ കാരണം? അത് ഐക്യത്തിൻ്റെ ഒരു ഈസ്തറ്റിക് തലമാണ്. അപ്പോൾ ആ ഈസ്തറ്റിക് തലത്തിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് ഈ ഭൗതിക സാഹചര്യം കൊണ്ട് വളരുന്നുണ്ട്. ആ വളർച്ചൻ്റെയാണ് ഐക്യം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം, അതായത് ഓരോ സംഘം കടന്നു പോകുമ്പോൾ നിശ്ചല ദൃശ്യങ്ങളുണ്ട്. അതൊരു വലിയ സന്ദേശം കൂടി നൽകണം. ലഹരിക്കെതിരെ, ഒപ്പം തന്നെ പ്രകൃതി ദുരന്തങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് പച്ചപ്പടിപ്പട, ഹരിതകർമ്മസേന പച്ചപ്പണിപ്പടിയാണ്. അപ്പം നിശ്ചല കാഴ്ച എന്ന് പറയും. അതിനു മുന്നേ ഏറ്റവും ആദ്യം ഉണ്ടായത് ലഹരിക്കെതിരെയാവുന്ന അധിക സംഘത്തിൻ്റെ കൂടി ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശം കൊണ്ടുവരുന്ന പ്ലോട്ടുകൾ. അതായത് വാസ്തവത്തിൽ ഇതിൽ പങ്കെടുത്ത ഒരാള് ഇതിൻ്റെ ഒരു ലഹരി ഇപ്പോൾ ഫീൽ ചെയ്യണില്ലേ? നിങ്ങൾക്കും എനിക്കും ഈ പുലിക്കളിയുടെ ഒരു ലഹരി ഫീൽ ചെയ്യുന്നു. അത് തൃശ്ശൂരിൽ വന്ന കലയുടെ ഒരു ലഹരി എന്തായാലും ഫീൽ ചെയ്യും. അത് അതിൻ്റെ ഒരു ജനറൽസ് ആണ്. ഇത് വളരെ അത് ആബ്സ്ട്രാക്റ്റ്, ഇത് വളരെ കോൺക്രീറ്റ് ആയിട്ട് പെഴ്സോണിഫൈ ചെയ്ത് മൂർത്ത രൂപത്തിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്? ലഹരിയുടെ പേഴ്സോണിഫിക്കേഷൻ ഓഫ് ഇനബ്രിയേഷൻ ഓർ ഇൻടോക്സിക്കേഷൻ. ലഹരിയുടെ ഒരു പേഴ്സോണിഫിക്കേഷനാണ്. ആ പേഴ്സോണിഫിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ മാസിൻ്റെ ഇടപെടലുള്ള ഒരു കലാ ഉത്സവത്തെ ലഹരിക്ക് മറ്റേ ലഹരി ഉണ്ട്. ഏത് ലഹരി? മനുഷ്യനെ ബോധം കെടുത്തുന്ന ലഹരി. ഇത് ബോധം ഉണർത്തുന്ന ആളുകളെയൊക്കെ മയക്കോവ്സ്കി ആക്കുന്ന ലഹരിയുണ്ട്. ആ ലഹരി വേണ്ട. ആളുകളെ ഒരു ഉണർക്കോവ്സ്കി ആക്കുന്ന ഉണർവിൻ്റെ സന്ദേശം കൊടുക്കുന്ന ഈ വളരെ മാസ് പങ്കെടുക്കുന്ന മനുഷ്യഭിത്തികൾ ഉണ്ടല്ലോ. നരഭിത്തികൾക്കിടയിൽ നരച്ചൊമര്, അതെ, നരന്മാരുള്ള ചുമര്, മനുഷ്യമതില് നരന്മാരും നാരികളും ട്രാൻസ്ജെൻഡറും ചേർന്ന് തീർക്കുന്ന ഈ മഹാനരന്മാരും അതിലിൻ്റെ നടുക്ക് നടക്കുന്ന പുലിക്കളിയിൽ കൂടെ നശിച്ചു പോകരുത് ലഹരി ഉപയോഗിച്ചെന്ന സന്ദേശം ഇത്തവണ ലഹരിക്കെതിരെയുള്ള സന്ദേശമായിട്ട് കോർപ്പറേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ സർഗാത്മകമായ പുലിക്കളിയുടെ ഇതുപോലെയുള്ള മാസ് എൻ്റർടൈൻമെൻറ്റിൻ്റെ സർഗാത്മകമായ പല ഉപയോഗങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം, ഇപ്പം പുതിയ തലമുറ കൂടി പുലിക്കളി ഏറ്റെടുക്കുന്നുണ്ട്. എനിക്കൊന്ന് കുട്ടൻകുളങ്ങരയിലായിരുന്നു നമ്മൾ പോയ സമയത്ത്. പുതിയ തലമുറ ഏറ്റവും അവര് കളിച്ചു, 17 വർഷം തുടർച്ചയായിട്ട് കപ്പടിച്ചു. അതിനുശേഷം ഒരു 8 വർഷത്തെ ഗ്യാപ്പിൽ വന്നപ്പോൾ രണ്ടാമത്തെ തലമുറ, പുതിയ തലമുറ ഏറ്റെടുത്തിരിക്കുകയാണ് ആ ദേശത്തെ പുലികളി സംഘത്തെ. അവരാണ് അടിച്ചെടുക്കുന്നത്. അങ്ങനെ പുതിയ തലമുറയാണല്ലോ ലഹരിയിൽ കുടുങ്ങണേ. പുതിയ തലമുറ ഇത് ലഹരിയായി എടുക്കുമ്പോൾ അവർക്ക് ജീവിതത്തെക്കുറിച്ച് പുതിയ ലഹരി കിട്ടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ലഹരിക്ക് ഒഴിഞ്ഞു പോകും. വാസ്തവത്തിൽ ഡിസ്ട്രക്റ്റീവായ ലഹരിയെ കൺസ്ട്രക്റ്റീവായ ലഹരിയേക്ക് മാറ്റുന്നതാണ് ഈ പുലിക്കളി പോലുള്ള ഉത്സവങ്ങൾ ചെയ്യുന്നത്. അതാണ് ചെയ്യേണ്ടത്. പുലിക്കളിയോ പെരുന്നാളോ അതുപോലെ പൂരം എന്തെങ്കിലും ആവട്ടെ, എന്താഘോഷം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ കാസ്റ്റ് ഓർ റിലിജിയൻ to which the festival belongs, that festival should be utilized for healthy intoxication വേണ്ടി ഉപയോഗിക്കും. അതാണ് ഇപ്പൊ കടന്നു വരുന്ന യുവജന സംഘം വിയൂരാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യന്മാർ. വിയൂർ ശരിക്കും സെൻട്രൽ ജയിലിലെ സ്ഥലമാണ്. പക്ഷെ അവിടുത്തെ യുവജന സംഘം വിയൂർ വളരെ ഈ പുലിക്കളിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്? വാസ്തവത്തിൽ ജയിലുകളുടെ ആവശ്യമില്ലാത്ത ഒരു സമൂഹത്തിലേക്ക് മനുഷ്യൻ്റെ ബോധം പരിവർത്തിപ്പിക്കുന്നതിന് അതാണല്ലോ കല. അല്ലേ പിന്നെ കല കൊണ്ട് പ്രയോജനമില്ല. അപ്പം കല ജീവിതത്തിന് വേണ്ടി തന്നെയാണ്. അപ്പം കല ജീവിതത്തിൻ്റെ നല്ല ഉപയോഗമാകുന്നതിൻ്റെ ഏറ്റവും കോൺക്രീറ്റ് എക്സാമ്പിളുകളിൽ ഒന്നാണ് എന്ത്? നിനിഷ, ഈ നന്ദന്റെ ദേശം ഏതാണെന്ന് ചോദിക്കൂ. ഏത് ദേശത്തിൽ പെടുമെന്ന്? മറ്റേ ലഹരി ഇല്ല. മനസ്സുകൊണ്ട് ഏത് ദേശത്തിന്റെ കൂടെ നിൽക്കണേ ചോദിക്കാൻ. തൃശ്ശൂരിലെ പ്രത്യേകത തിരുവമ്പാടി പറമേക്കാവ്. നമ്മൾ ഇതെല്ലാം കാണുകയും ഈ എല്ലാ ദേശത്തിനെയും നമ്മൾ മനസ്സുകൊണ്ട് ചേർക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അതപ്പോഴേ അത് ഹെൽത്തി കോമ്പറ്റീഷൻ ആവും. ഇറ്റ് ഈസ് നോട്ട് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ. കഴുത്തറക്കുന്ന മത്സരമല്ല,
ഹൃദയം യോജിപ്പിക്കുന്ന മത്സരം. കേട്ടില്ല ജിംഷാദ്? തീർച്ചയായും വിനിഷ, എന്തായാലും നന്ദൻ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. നന്ദൻ സൂചിപ്പിച്ച ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ആരോഗ്യകരമായ ഒരു വിമലീകരണം അത് സാധ്യമാക്കുന്നു. ലഹരികൾ അങ്ങനെ നശിപ്പിക്കുന്ന ലഹരിയിൽ നിന്നും സർഗാത്മക ലഹരിയിലേക്ക് വഴിമാറുന്നു. ഇതാണ് അദ്ദേഹം സൂചിപ്പിച്ചതിലെ അടിവരയിടേണ്ട ഒരു ആശയം.